ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ്. കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആൻഡ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്താണ് എന്നതിനെപ്പറ്റി ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് അത് ഒന്ന് പറയാം. സാധാരണയായിട്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നതിനാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനിവിടെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഐ ആം ടോക്കിംഗ് ടു യു. ഐ ആം ടോക്കിംഗ് ടു യു നൗ. ഐ ആം ടോക്കിംഗ്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. യു ആർ ലിസണിങ് ടു മീ. അതുപോലെ ഷീ ഈസ് പ്ലേയിങ് നൗ. അവൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഹീ ഈസ് റണ്ണിങ് നൗ. അവൻ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നതിനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. നമുക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നു, ഓടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചാടിക്കൊണ്ടിരിക്കുന്നു, പാടിക്കൊണ്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നതിന് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ് ഉപയോഗിക്കുന്നത്. അത് സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ് ഓർ ആർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് ആണ് ഉപയോഗിക്കുന്നത്. ഐ ആം ടോക്കിംഗ്, ഹീ ഈസ് ലിസണിങ്, ദേ ആർ ടോക്കിംഗ്, വി ആർ വാച്ചിങ്, വി ആർ കുക്കിംഗ്, ഇങ്ങനെയൊക്കെ ING ഫോമുള്ള വേർബ് സബ്ജക്റ്റ് അനുസരിച്ചിട്ട് മാറ്റി മാറ്റി ആം, ഈസ്, ആറൊക്കെ ഉപയോഗിക്കും. അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് എന്താ? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ പാസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യത്തെപ്പറ്റി പറയുന്നതിന്. ഫോർ എക്സാമ്പിൾ, ഇന്നലെ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് കുക്കിംഗ്. ഇന്നലെ നിങ്ങൾ എൻ്റെ റൂമിലേക്ക് വന്നപ്പോൾ അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ, ഹീ വാസ് സ്ലീപ്പിംഗ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയില്ലേ. കഴിഞ്ഞു പോയ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പാസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം, അതിനാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇത് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് ING ഫോമാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വാസ് ടോക്കിംഗ്, ഹീ വാസ് ലിസണിങ്, വി വേർ സ്ലീപ്പിംഗ്, ദേ വേർ വാഷിംഗ്, ഇങ്ങനെയൊക്കെ. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് എന്താ? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നടക്കാനിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി നമ്മളൊരു പ്രത്യേകിച്ചും നാളെ ഞാൻ ഈ സമയത്ത് എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയില്ലേ. ടുമാറോ അറ്റ് 9 o'clock ഐ വിൽ ബി റൈറ്റിംഗ് ദ എക്സാം. ഐ വിൽ ബി റൈറ്റിംഗ്. അത് ഒരു ഫ്യൂച്ചറിലൊരു കാര്യത്തെപ്പറ്റി പറയുമ്പോഴാണ്, ഫ്യൂച്ചറിൽ ഈ സമയത്ത് അത് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അവിടെ സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് ING ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് മനസ്സിലായി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ്. എന്താണ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ്? ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബാണ്. കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ ടു ബി പ്ലസ് വേർബ് പ്ലസ് ING ഫോം. ടു ബി റൈറ്റിംഗ്, ടു ബി സിംഗിങ്, ടു ബി സിറ്റിംഗ്, ടു ബി വാച്ചിങ് എന്നൊക്കെ പറയുന്നതാണ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ്. എവിടെയാണ് ഈ കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുകയാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ എനിക്ക് സന്തോഷമാണ്. അതെങ്ങനെ പറയും? ഐ ആം ഹാപ്പി ദാറ്റ് ഐ ആം സിറ്റിംഗ് ഹിയർ. ഐ ആം ഹാപ്പി ദാറ്റ് ഐ ആം സിറ്റിംഗ് ഹിയർ. അത് വളരെ നോർമൽ ആയിട്ടുള്ളൊരു സെൻറ്റൻസാണ്. പക്ഷേ നമുക്ക് ഈ സെൻറ്റൻസിന് ഇതേ മീനിങ്ങോടുകൂടി, മീനിങ്ങിൽ ഒരു വ്യത്യാസവും വരുത്താതെ കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പറയുന്നത്? അപ്പോൾ അതെങ്ങനെ പറയും? ഐ ആം ഹാപ്പി ടു ബി സിറ്റിംഗ് ഹിയർ. ഐ ആം ഹാപ്പി ദാറ്റ് ഐ ആം സിറ്റിംഗ് ഹിയർ. ഇതാണ് ഫസ്റ്റ് സെൻറ്റൻസ്. അതിനെ മാറ്റി ഐ ആം ഹാപ്പി ടു ബി സിറ്റിംഗ് ഹിയർ എന്നായി മാറി. ഫസ്റ്റ് സെൻറ്റൻസിൽ ദാറ്റ് ക്ലോസിൽ ഉള്ളത് ഐ ആം സിറ്റിംഗ്. ആം എന്നതിനെ മാറ്റി ബി എന്നാക്കി. ടു ബി എന്നതാണ് ഇൻഫിനിറ്റീവ്. ഇൻഫിനിറ്റീവ് എന്നാൽ ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ്. ആം, ഈസ്, ആർ,
വാസ്, വേർ ഇതിൻ്റെ ഒക്കെ ബേസ് ഫോം ബി ആണ്. അതുകൊണ്ടാണ് ഇൻഫിനിറ്റീവ് ഫോമിലേക്ക് മാറ്റിയപ്പോൾ ടു ബി എന്നാക്കിയത്. വേറൊരു കാര്യം ശ്രദ്ധിക്കുക, മെയിൻ സെൻറ്റൻസിലും ദാറ്റ് ക്ലോസിലും സബ്ജക്റ്റ് ഒന്ന് തന്നെയാണ്, ഐ. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഐ ആം നോട്ട് ഹാപ്പി ദാറ്റ് ഐ ആം സിറ്റിംഗ് ഹിയർ. ഇവിടെ ഇരിക്കുന്നതിൽ ഞാൻ ഹാപ്പി അല്ല എന്നാണ്. ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണത്. അതിനെ എങ്ങനെ കണ്ടിന്യൂസ് ഫോമിലേക്ക് മാറ്റും? ഐ ആം നോട്ട് ഹാപ്പി ടു ബി സിറ്റിംഗ് ഹിയർ. ഐ ആം നോട്ട് ഹാപ്പി ടു ബി സിറ്റിംഗ് ഹിയർ. ഈ രണ്ട് സെൻറ്റൻസുകളിലും നമ്മൾ ഉപയോഗിച്ചത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഐ ആം സിറ്റിംഗ് ഹിയർ എന്നല്ലേ ഉപയോഗിച്ചത്? അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിലെ ഒരു സെൻറ്റൻസ് നോക്കാം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഐ വാസ് ഹാപ്പി ദാറ്റ് ഐ വാസ് സിറ്റിംഗ് ഹിയർ. ഐ വാസ് സിറ്റിംഗ് ഹിയർ എന്നാണ്. ഇതിനെ കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ഐ വാസ് ഹാപ്പി ടു ബി സിറ്റിംഗ് ഹിയർ. ഐ വാസ് ഹാപ്പി ടു ബി സിറ്റിംഗ് ഹിയർ. വാസ് എന്നതിനെ മാറ്റി ബി എന്ന് തന്നെ ആക്കി. ടു ബി ഇൻഫിനിറ്റീവ് ഫോം. ടു ബി സിറ്റിംഗ് എന്നതാണ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ്. ഇനി ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് ദൂരെ മാറി രണ്ട് കുട്ടികൾ, രണ്ട് ഗേൾസ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്. എന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നു. എനിക്ക് തോന്നുന്നത് അവർ എന്നെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ്. It seems that they are talking about me. It seems that, അതായത് എനിക്ക് തോന്നുന്നതാണത്. It seems that they are talking about me. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവിലേക്ക് മാറ്റി പറയുന്നത് എന്ന് നോക്കൂ. It seems that they are talking about me. അവർ എന്നെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. ഇതൊരു നോർമൽ സെൻറ്റൻസ് ആണ്. ഇതിനെ നമുക്ക് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് ഫോമിലേക്ക് മാറ്റാം. ദേ സീം ടു ബി ടോക്കിംഗ് അബൌട്ട് മീ. ദേ എന്നതാണ് സബ്ജക്റ്റ്. അപ്പോൾ ദേ സീം ടു ബി ടോക്കിംഗ് അബൌട്ട് മീ. ദേ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ടാണ് സീം. ടു ബി ടോക്കിംഗ് എന്നതാണ് ഇൻഫിനിറ്റീവ്. നോക്കൂ, ദാറ്റ് ക്ലോസിലെ ആർ ടോക്കിംഗ്, ആർ എന്നതിനെ മാറ്റിയാണ് ടു ബി എന്നാക്കിയത്. ഇവിടെ മെയിൻ സെൻറ്റൻസിൽ വന്നത് സീം എന്നാണ് വേർബ്. സീം, പ്രിറ്റൻഡ്, ക്ലെയിം, എക്സ്പെക്റ്റ്, ഹേറ്റ്, ലവ്, ഹോപ്പ് ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഇത്തരം സെൻറ്റൻസുകളിൽ വരുന്നത്. ദേ പ്രിറ്റൻഡ് ദാറ്റ് ദേ ആർ ഡ്രോയിങ് എ പിക്ചർ. അവർ ഒരു പിക്ചർ വരച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അഭിനയിക്കുന്നു. ഇതാണ് നോർമൽ സെൻറ്റൻസ്. കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് നോക്കൂ. ദേ പ്രിറ്റൻഡ് ടു ബി ഡ്രോയിങ് എ പിക്ചർ. They pretend to be drawing a picture. To be drawing എന്നതാണ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ്. ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ് നോർമൽ സെൻറ്റൻസ് ആണ്. സെക്കൻഡ് സെൻറ്റൻസ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് ഫോമിലുള്ള സെൻറ്റൻസ്. ഇറ്റ് സീംഡ് ദാറ്റ് ഷി വാസ് ക്രൈയിങ്. ഇറ്റ് സീംഡ് ദാറ്റ് ഷി വാസ് ക്രൈയിങ്. അവൾ കരയുകയാണെന്ന് തോന്നി എന്നാണ്. ഇറ്റ് സീംഡ് എന്നാണ്. അത് പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. ഷി വാസ് ക്രൈയിങ് എന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇതിനെ കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് ആക്കുമ്പോൾ ഷീ സീംഡ് ടു ബി ക്രൈയിങ്. ഷീ സീംഡ് ടു ബി ക്രൈയിങ്. ഇറ്റ് സീംസ് ദാറ്റ് ദ ഗേൾസ് ആർ റൈറ്റിംഗ് സംതിങ്. ദ ഗേൾസ് സീം ടു ബി റൈറ്റിംഗ് സംതിങ്. ടു ബി റൈറ്റിംഗ് ആണ് ഇൻഫിനിറ്റീവ്. ദ ഗേൾസ് എന്ന് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് സീം. ഇറ്റ് സീംസ് ദാറ്റ് ദ ഗേൾസ് ആർ റൈറ്റിംഗ് സംതിങ് എന്നാൽ അവർ എന്തോ എഴുതുകയാണെന്ന് തോന്നുന്നു. വേറൊരു എക്സാമ്പിൾ. ഇറ്റ് ഡസൻറ്റ് സീം ദാറ്റ് ദീസ് പിൽസ് ആർ ഡൂയിങ് മീ എനി ഗുഡ്. ഈ പിൽസ് ഒക്കെ ഒരു ഗുണവും എനിക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഇറ്റ് ഡസൻറ്റ് സീം ദാറ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് ആക്കാം. ദീസ് പിൽസ് ഡോണ്ട് സീം ടു ബി doing me any good. These pills don't seem to be doing me any good. ഇവിടെ these pills എന്ന പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് don't seem എന്നുപയോഗിച്ചത്. ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് അത്. ഇനി നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് നോക്കാം. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ഹി വിൽ ബി സ്റ്റേയിങ് ദർ ഫോർ 5 days. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ഹി വിൽ ബി സ്റ്റേയിങ് ദർ ഫോർ 5 days. അവൻ അവിടെ
5 ഡേയ്സ് സ്റ്റേ ചെയ്യുകയാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ഹി വിൽ ബി സ്റ്റേയിങ് ദർ ഫോർ 5 ഡേയ്സ്. ഹി ഈസ് എക്സ്പെക്റ്റഡ് ടു ബി സ്റ്റേയിങ് ദർ ഫോർ 5 ഡേയ്സ്. അപ്പോൾ കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവിലുള്ള സെൻറ്റൻസായി. ഇവിടെയും വിൽ ബി എന്നതാണ് മാറ്റി ടു ബി സ്റ്റേയിങ് എന്നാക്കി മാറ്റിയത്. അപ്പോൾ ഇന്നത്തെ ലെസൺ കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് എന്താണ്, എവിടെയൊക്കെ അത് ഉപയോഗിക്കും എന്ന് മനസ്സിലായില്ലേ? ടു ബി പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ ടു ബി പ്ലസ് ING ഫോം ഓഫ് എ വേർബ്, ഈ ഒരു ഫോമിൽ ഉപയോഗിക്കുന്നത് ആണ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ്. ഈ ഒരു ഫോം ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആൻഡ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് സെൻറ്റൻസുകൾക്കാണ്.